നമസ്കാരം. വ്യത്യസ്ത ഷോൾഡറിൽ 0.06 മില്ലിമീറ്ററിനുള്ളിൽ ടേണിംഗ് ചെയ്ത് ഔട്ട്സൈഡ് ഡയമീറ്ററിൽ അണ്ടർ കട്ട് ചെയ്യുന്ന സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് സെഷൻ ആരംഭിക്കാം. ഇനി ഈ സെഷന്റെ ലക്ഷ്യങ്ങൾ നോക്കാം. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്ക് ഇവയെല്ലാം ചെയ്യുവാനാകും. വ്യത്യസ്ത ഷോൾഡറുകളിൽ ടേണിംഗ് ഓപ്പറേഷൻ നടത്തുവാൻ, ചതുരാകൃതിയിലുള്ള ഷോൾഡറിന്റെ സ്ക്വയർനെസ് പരിശോധിക്കാൻ, ബെവൽഡ് ഷോൾഡറിന്റെ ചേംഫർ അളക്കുവാൻ, ഫില്ലറ്റ് ചെയ്ത ഷോൾഡറിന്റെ റേഡിയസ് ഗേജ് ഉപയോഗിച്ച് പരിശോധിക്കാൻ, അണ്ടർ കട്ട് ചെയ്ത ഷോൾഡറിന്റെ ഡെപ്ത് പരിശോധിക്കാൻ. ഈ എക്സർസൈസ് ചെയ്യുന്നതിനാവശ്യമായ ടൂളുകൾ ഇവയാണ്: സ്റ്റീൽ റൂൾ, ഔട്ട്സൈഡ് കാലിപ്പർ, ചക്കി, ഫേസിംഗ് ടൂൾ, ടേണിംഗ് ടൂൾ, പാർട്ടിംഗ് ടൂൾ, ചേംഫറിംഗ് ടൂൾ, ലൂബ്രിക്കേഷൻ ഓയിലും ക്യാനും, റേഡിയസ് ഗേജ്. കുറഞ്ഞത് 2 വ്യത്യസ്ത ഡയാമീറ്ററുള്ള ഒരു സിലിണ്ടർ ഷാഫ്റ്റ് മെഷീൻ ചെയ്യുന്ന പ്രക്രിയയാണ് സ്റ്റെപ്പ് ടേണിംഗ്. ഒരു സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ ഉപയോഗിച്ച് മെറ്റീരിയൽ നീക്കം ചെയ്താണ് ചെറിയ ഡയാമീറ്ററുകൾ നിർമ്മിക്കുന്നത്. അങ്ങനെ ഡയാമീറ്റർ മാറ്റുന്നിടത്ത് ഒരു സ്റ്റെപ്പ് മാറ്റമുണ്ടാകും. സ്റ്റെപ്പ് ടേണിംഗ് ഓപ്പറേഷൻ നടത്തുമ്പോൾ വ്യത്യസ്ത തരം ഷോൾഡർ മെഷീൻ ചെയ്യുവാൻ കഴിയും. അവ: 1 സ്ക്വയർ ഷോൾഡർ, 2 ബെവൽഡ് അല്ലെങ്കിൽ ആംഗുലർ ഷോൾഡർ, 3 ഫിറ്റഡ് ഷോൾഡർ, 4 അണ്ടർ കട്ട് ഷോൾഡർ. വ്യത്യസ്ത ഷോൾഡറുകൾ സ്റ്റെപ്പ് ടേണിംഗ് ചെയ്യുവാനുള്ള ക്രമം ഇപ്പോൾ നമുക്ക് പഠിക്കാം. എക്സ്റ്റേണൽ കാലിപ്പറുകളും സ്റ്റീൽ റൂളും ഉപയോഗിച്ച് സ്പെസിമെന്റെ അളവുകൾ പരിശോധിക്കുക. 4 ജോകളിലായി ജോബ് ഹോൾഡ് ചെയ്യുക. വർക്ക് പീസിന്റെ ഒരറ്റത്ത് ഫേസിംഗ് ഓപ്പറേഷൻ നടത്തുക. ചക്കിന് പുറത്ത് ലഭ്യമായ പരമാവധി നീളത്തിന് ഡയമീറ്റർ 35 മില്ലിമീറ്ററായി കുറയ്ക്കുന്നതിന് ടേണിംഗ് ഓപ്പറേഷൻ നടത്തുക. ജോബ് തിരിച്ചുവച്ച് റീഫിക്സിംഗ് ചെയ്യുക. വർക്ക് പീസിന്റെ ടോട്ടൽ ലെങ്ത് 100 മില്ലിമീറ്റർ ആകുന്ന തരത്തിൽ വർക്ക് പീസിന്റെ മറ്റേ അറ്റത്ത് ഫേസിംഗ് ഓപ്പറേഷൻ ചെയ്യുക. ഫേസിംഗ് ചെയ്ത അറ്റത്ത് നിന്ന് 32.5 മില്ലിമീറ്റർ ഡയ ലഭിക്കുന്നതിന് 55 മില്ലിമീറ്റർ നീളത്തിലേക്ക് ടേണിംഗ് ഓപ്പറേഷൻ ചെയ്യുക. ഷോൾഡർ മെഷീൻ ചെയ്യേണ്ട പോയിന്റ് ഫേസിംഗ് ചെയ്ത് എൻഡിൽ നിന്ന് ശരിയായ അകലത്തിൽ ഒരു ഡോട്ട് പഞ്ച് ഉപയോഗിച്ച് അടയാളം ഉണ്ടാക്കുക. ഒരു ഫില്ലറ്റ് ചെയ്ത ഷോൾഡർ ലേഔട്ട് ചെയ്യുമ്പോൾ റേഡിയസ് കട്ട് ചെയ്യുന്നതിന് അലവൻസ് ഉണ്ടാക്കുക. 1.5 മില്ലിമീറ്റർ റേഡിയസ് ഉള്ളതും വർക്ക് പീസിന്റെ എൻഡിൽ നിന്ന് 60 മില്ലിമീറ്റർ ദൂരത്തിലുമുള്ള ഒരു ഫില്ലറ്റ് ചെയ്ത ഷോൾഡറിന്റെ ലേഔട്ട് എൻഡിൽ നിന്ന് 58.5 മില്ലിമീറ്റർ ആയിരിക്കും. 1.5 മില്ലിമീറ്റർ റേഡിയസ് ടൂൾ ഉപയോഗിച്ച് 0.5 മില്ലിമീറ്റർ ഡയ നീക്കം ചെയ്യുക. ഡ്രോയിങ് അനുസരിച്ച് 60 മില്ലിമീറ്റർ വരെ നീളത്തിൽ ഒരു ഫില്ലറ്റ് ചെയ്ത ഷോൾഡറിനായി ടേണിംഗ് ചെയ്യുക. ഫേസ് എൻഡിൽ നിന്ന് 40 മില്ലിമീറ്ററോളം നീളത്തിൽ ഡയാമീറ്റർ 28 മില്ലിമീറ്ററായി കുറയ്ക്കുവാൻ ടേണിംഗ് ഓപ്പറേഷൻ നടത്തുക. സ്കെച്ച് അനുസരിച്ച് 45 ഡിഗ്രി 2 മില്ലിമീറ്റർ നീളമുള്ള ഒരു ബെവൽഡ് ഷോൾഡർ ലഭിക്കുന്നതിന് ചേംഫറിംഗ് ഓപ്പറേഷൻ നടത്തുക. ആവശ്യമുള്ള ലെങ്ത് അടയാളപ്പെടുത്തുന്നതിന് ജോബിന്റെ ചുറ്റളവിന് ചുറ്റും മൂർച്ചയുള്ള ടൂൾ ബിറ്റ് ഉപയോഗിച്ച് ഒരു ലൈറ്റ് ഗ്രൂവ് കട്ട് ചെയ്യുക. ഫേസ് ചെയ്ത എൻഡിൽ നിന്ന് 15 മില്ലിമീറ്ററോളം നീളത്തിൽ ഡയമീറ്റർ 26 മില്ലിമീറ്ററായി കുറയ്ക്കുന്നതിന് ടേണിംഗ് ഓപ്പറേഷൻ നടത്തുക. സൈഡ് നൈഫ് ടൂൾ ഉപയോഗിച്ച് സ്കെച്ച് പ്രകാരം ഒരു സ്ക്വയർ ഷോൾഡറിൽ നിർമ്മിച്ചെടുക്കുക.
അണ്ടർ കട്ട് ടേണിംഗ് ചെയ്യുന്നതിനുള്ള ക്രമം ഇപ്പോൾ നമുക്ക് പഠിക്കാം. മധ്യഭാഗത്തെ ഉയരം ശരിയാക്കുവാൻ അണ്ടർ കട്ടിംഗ് ടൂൾ പോസ്റ്റിൽ സെറ്റ് ചെയ്യുക. 70-75 മില്ലിമീറ്ററിൽ ഒരു ഡോട്ട് പഞ്ച് ഉപയോഗിച്ച് അടയാളം ഉണ്ടാക്കുക. അവിടെ ഷോൾഡർ മെഷീനിംഗ് ചെയ്യണം. അണ്ടർ കട്ട് ഷോൾഡർ ലൊക്കേഷനോട് കഴിയുന്നത്ര അടുത്ത് ചെറിയ ഡയാമീറ്ററിൽ ചോക്ക് അല്ലെങ്കിൽ ലേഔട്ട് ഡൈ അപ്ലൈ ചെയ്യുക. ഫേസിലെ ചോക്ക് അല്ലെങ്കിൽ ലേഔട്ട് ഡൈ നീക്കം ചെയ്യുന്നതുവരെ ടൂൾ ബിറ്റിന്റെ പോയിന്റ് കൊണ്ടുവരികയും മുകളിലെ സ്ലൈഡ് ഗ്രേഡഡ് കോളർ 0 സജ്ജമാക്കുകയും ചെയ്യുക. കട്ടിംഗ് ഓപ്പറേഷനെ സഹായിക്കുന്നതിനും നല്ല സർഫേസ് ഫിനിഷ് ഉണ്ടാക്കുന്നതിനും ഒരു കട്ടിംഗ് ഫ്ലൂയിഡ് ഉപയോഗിക്കുക. ക്രോസ് സ്ലൈഡ് ഹാൻഡിൽ എതിർ ഘടികാര ദിശയിൽ തിരിക്കുന്നതിലൂടെ കട്ടിംഗ് ടൂൾ പിൻവലിക്കുക. അണ്ടർ കട്ടർ ഷോൾഡർ ശരിയായ ഡെപ്തിൽ മെഷീൻ ചെയ്യുന്നതുവരെ മുകളിലുള്ള പ്രൊസീജിയർ ആവർത്തിക്കുക. ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും. ഡയാമീറ്ററിനനുസരിച്ച് RPM തിരഞ്ഞെടുക്കുക. ടൂളുകൾ ശരിയായി സെറ്റ് ചെയ്യുക. ഡ്രോയിങ്ങിനനുസരിച്ച് നിങ്ങൾക്ക് വ്യത്യസ്ത ഷോൾഡറുകൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ഒരു സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് സ്റ്റെപ്പുകൾ പരിശോധിക്കുക. ആവശ്യത്തിന് കൂളന്റ് ഉപയോഗിക്കുക. ഷാർപ്പ് എഡ്ജുകൾ നീക്കം ചെയ്യുക. എല്ലാ അളവുകളും കൃത്യമായി പരിശോധിക്കുക. റീക്യാപ്പ്. നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ: വ്യത്യസ്ത ഷോൾഡർ ടേണിംഗ് ഓപ്പറേഷനുകൾ നടത്തുവാൻ, സ്ക്വയർ ആയിട്ടുള്ള ഷോൾഡറുകളുടെ സ്ക്വയർനെസ് പരിശോധിക്കാൻ, ബെവൽഡ് ഷോൾഡറുകളുടെ ചേംഫർ അളക്കുവാൻ, ഗേജ് ഉപയോഗിച്ച് ഫില്ലറ്റ് ചെയ്ത ഷോൾഡറുകളുടെ റേഡിയസ് പരിശോധിക്കാൻ, അണ്ടർ കട്ട് ഷോൾഡറിന്റെ ഡെപ്ത് പരിശോധിക്കുവാൻ. ±0.06 മില്ലിമീറ്ററിനുള്ളിൽ വ്യത്യസ്ത ഷോൾഡറുകളുള്ള ഔട്ട്സൈഡ് ഡയമീറ്റർ അണ്ടർ കട്ട് ചെയ്യുന്ന ഘടകത്തെക്കുറിച്ചാണ് ഈ സെഷനിൽ നാം ചർച്ച ചെയ്തിട്ടുള്ളത്. അടുത്ത സെഷനിൽ കാണാം.